കാലത്തിൽ നിന്ന് പുതിയ കാലത്തിലേക്കുള്ള പാലങ്ങളാണ് മനുഷ്യർ. കാലങ്ങൾ മാറുമ്പോൾ സ്വാഭാവികമായി മനുഷ്യന് മാറ്റം വരാം. എന്നാൽ ഇവിടെ മനുഷ്യനെയും കാലത്തെയും ചിന്തകളെയും അടിമുടി മാറ്റിക്കൊണ്ടാണ് മൊബൈൽ ഫോൺ എന്ന ഭീകരന്റെ വരവ്. എല്ലാ നന്മകളെയും മാനുഷിക വികാരങ്ങളെയും കാറ്റിൽ പറത്തിയ മൊബൈൽ ഫോൺ സംസ്കാരം ഇക്കാലത്തിൻ്റെ ഏറ്റവും വലിയ ശാപമായി മാറുന്ന കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇതാ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന 2ാം ക്ലാസ് തല്ലുമാല ടീമിൻ്റെ മൊബൈൽ മറന്ന മാനവികത. വരൂ, അല്പനേരം കാതോർക്കാം. ദീപ്തമായ ബാല്യത്തിൻ്റെ പ്രസരിപ്പ് നിറഞ്ഞ ഒരു വെളുപ്പാങ്കാലത്ത് ആരോഗ്യവും വ്യായാമവും നല്ല ശീലങ്ങളിലൂടെ നേടിയെടുത്ത ഒരു തലമുറയുടെ കാഴ്ചയിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള വ്യക്തിത്വവും മനസ്സും ഉണ്ടാകും. മൊബൈൽ ഡിസ്പ്ലേയിലേക്ക് ഉറങ്ങിത്തെളിയുന്ന ആരോഗ്യ ഇൻഷുറൻസ് മാത്രമുള്ള പ്രസരിപ്പോ വ്യായാമമോ ഇല്ലാത്ത ഒരു യന്ത്രപ്പാവ പോലെ ആധുനിക മനുഷ്യൻ മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പങ്കുവെക്കലിൻ്റെ സ്നേഹവും സാഹോദര്യത്തിൻ്റെ ഊഷ്മളതയും നിറഞ്ഞു നിൽക്കുന്ന കാലമായിരുന്നു അത്. എല്ലാ മനസ്സുകളിലും നന്മകൾ വേരോടിയ കാലം. അതേ കാത്തു വാസം വേറെ, അതേ മണ്ണ് വണ്ണം വേറെ, അതേ മക്ക വാക്ക വേറെ, ഒന്നു മട്ടു മാറില്ല. മക്ക നാട്ടു സുവയില്ലാമേ ഒത്ത വേല ഉടയ പോലെ സുത്തமான നമ്മൂർ സുവയോ ആത്താ തந்த ഉസുര പോലെ. പങ്കുവെക്കലില്ലാത്ത സ്നേഹത്തിൻ്റെ ഊഷ്മളത നഷ്ടമായ സ്വന്തം വിശപ്പ് മാത്രം കാണുന്ന മൊബൈൽ അഡിക്റ്റായ ഒരു പുതിയ ജനതയെ നമ്മളിവിടെ കാണുന്നു. അമ്മയുടെ കഥകളോ ഉരുളകളോ വേണ്ടാത്ത മൊബൈൽ തീനികളായി പുതുബാല്യം തളർന്ന് വരളുന്നു. കളിച്ചു തിമിർത്ത് സമ്പന്നമായ ബാല്യത്തിൻ്റെ ഓർമ്മകൾ നമ്മൾക്ക് മുമ്പിൽ തെളിയുന്നു. കളികളിലൂടെ മണ്ണിനെയും മനസ്സിനെയും അറിഞ്ഞ് സംഘബോധം വളർത്തിയ ഒരു തലമുറയുടെ ചടുലത നമ്മളെ അതിശയിപ്പിക്കുന്നു. ഓൺലൈൻ കളിയിടങ്ങളിൽ മാത്രം കണ്ണും കാതും നീട്ടിയ വിരൽത്തുമ്പ് മാത്രം ചലിപ്പിക്കുന്ന യാന്ത്രികരായ അടിമകളായി പുതുതലമുറ മാറുന്നു. മാനസിക ശാരീരിക ആരോഗ്യമില്ലാത്ത, കൂട്ടുകാരില്ലാത്ത ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുന്നു.
അപകടങ്ങളിൽ താങ്ങും തണലുമായി പാഞ്ഞു വരുന്ന അനേകം നല്ല മനസ്സുകൾ നമ്മുടെ ചുറ്റിനും ഉണ്ടായിരുന്നത് കാലം. അന്യൻ്റെ വേദന അത് നമ്മുടേത് കൂടിയായിരുന്ന ഒരു കാലം. അങ്ങനെയും ഉണ്ടായിരുന്നു ഒരു കാലം. ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത, അപകടങ്ങളിൽ സഹായം നൽകാതെ അതിനെ റീൽസും ലൈവുമാക്കി സാമൂഹ്യ മാധ്യമങ്ങളിൽ ലൈക്കിനും കമന്റിനും ഷെയറിനും യാചിക്കുന്ന, മനുഷ്യത്വം നഷ്ടപ്പെട്ട വെറും ശരീരങ്ങളായി മൊബൈൽ അടിമകളായി പുതുതലമുറ മാറിക്കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് എന്നാണ് നന്മയിലേക്ക് തിരിച്ചുള്ളൊരു മടങ്ങിവരൽ സാധ്യമാവുക?